ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തു. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നഴ്സറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സിനെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ വിജ്ഞാപനം ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ DLEDൻ്റെ വിജ്ഞാപനവും വരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെയാണ് ഇപ്പോൾ DLEDൻ്റെ വിജ്ഞാപനവും വരാൻ പോകുന്നത്. സാധാരണ നഴ്സറി ടീച്ചർ എഡ്യൂക്കേഷൻ്റെ വിജ്ഞാപനം വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ DLEDൻ്റെ വിജ്ഞാപനവും വരാറുണ്ട്. അപ്പോൾ ഈ വർഷം ഓൺലൈൻ ആണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേഷൻ ഈ പ്രാവശ്യം ഓഫ്ലൈൻ ആണെന്നാണ്. അതായത് ഈ വിജ്ഞാപനം വന്ന പോലെ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. DLED കോഴ്സിന് അപേക്ഷിക്കുന്നവർക്ക് ഈ ഒരു കോഴ്സിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വീഡിയോ തുടർച്ചയായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മുഴുവൻ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താണ് കോഴ്സ്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അഥവാ നഴ്സറി ടീച്ചർ കോഴ്സ്. അപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് KG സെക്ഷനിലെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. അതായത് സർക്കാർ സ്കൂളുകളിലെ KG സെക്ഷന്, അതുപോലെ തന്നെ അംഗൻവാടി അങ്ങനെയുള്ളിടത്തെല്ലാം നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നടത്തുന്ന സർക്കാർ ആയതുകൊണ്ട് ഈ കോഴ്സിന് വാല്യൂ കൂടുതലാണ്. നഴ്സറി ടീച്ചർ എഡ്യൂക്കേഷൻ ദിവസ കോഴ്സ് എന്നുള്ള ആ ഒരു വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്യുക. അവിടെ 2023 കിടക്കുന്നത്, പക്ഷേ അത് ഈ വർഷത്തെ വിജ്ഞാപനമാണ്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. അതിൽ 7-8 പേജുകളാണ് അപേക്ഷാ ഫോം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോണിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിൽ 7-8 എന്നുള്ള അപേക്ഷാ ഫോമാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതേപ്പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത എൻ്റെ ആ ഒരു വിജ്ഞാപനം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു, ഇതിൽ 7-8 പേജുകളാണ് അപേക്ഷാ ഫോം. നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 7, ഇത് 7ാമത്തെ പേജ്, ഇത് 8ാമത്തെ പേജ്. ഇതിന് മേളിൽ ഏതൊക്കെ കോളേജുകൾ ഉണ്ടെന്നുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. 3 ഗവൺമെൻറ് കോളേജും ബാക്കി 9 സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ DLEDന് ഒരു ജില്ലയിലേക്കാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഏത് കോളേജിലേക്ക് അപേക്ഷ കൊടുക്കാം. പക്ഷേ അതാത് കോളേജിൽ, ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് കോളേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഗവൺമെൻറ് കോളേജിലേക്കും ഒരു അപേക്ഷ, സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും ഓരോ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കും ഓരോ അപേക്ഷ അതാത് സ്ഥാപനത്തിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോഴ്സ് എന്താണെന്ന് നോക്കാം. ഈ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ 45% കുറയാത്ത മാർക്കോട് കൂടിയ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ +2 ഉണ്ടായിരിക്കണം. നിങ്ങൾ SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് മതി. അതല്ല നിങ്ങൾ OBC വിഭാഗത്തിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 2% ഇളവ്, അതായത് 43% മാർക്ക് മതി. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എത്ര ആയിരിക്കണം? 17 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക്. SC/ST കുട്ടികൾക്ക് 38 വയസ്സ് വരെയും OBCക്കാർക്ക് 36 വയസ്സ് വരെയും ഇളവുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഇതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപേക്ഷാ രീതിയുണ്ട്. നിങ്ങൾ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ബാധകമല്ലാത്തത് നിങ്ങൾ ബാധകമല്ല എന്ന് എഴുതുക. ഓക്കെ, ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ യോഗ്യതാ പരീക്ഷ, അതായത് +2 പരീക്ഷയുടെ മാർക്കും നിങ്ങളുടെ റിസർവേഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയായിരിക്കും നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിലാകുമ്പോൾ ഫീസില്ല, സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഫീസുണ്ട്. ആ ഫീസിൻ്റെ ഡീറ്റെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ അപേക്ഷാ ഫോം അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് അപേക്ഷാ ഫോം അയക്കുമ്പോൾ അതിൽ സ്വാശ്രയ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അതാത് സ്ഥാപനത്തിൻ്റെ മാനേജറുടെ പേരിലെടുത്ത 100 രൂപയുടെ DD-യും വെക്കേണ്ടതാണ്. കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അപേക്ഷകൾ 1/7/2024 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അതാത് PPTTAയിൽ എത്തിച്ചേരേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കുകയോ തപാൽ മൂലമോ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷാ ഫോം അയച്ചു കൊടുക്കണം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 1. ഓക്കെ, ഇനി നിങ്ങൾ അപേക്ഷ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷാ ഫോമിൻ്റെ കൂടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം കോപ്പിയാണ് വെക്കേണ്ടത്. ആ കോപ്പി നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വേണം വെക്കാൻ. സെൽഫ് അറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേരെഴുതി സൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒറിജിനൽ എപ്പോഴാണ് ഹാജരാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ ഒറിജിനൽ കാണിച്ചാൽ മതി. ആ സമയത്താണ് നമ്മൾ ഒറിജിനൽ ഹാജരാക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷാ ഫോമിൻ്റെ കൂടെ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് അപേക്ഷ ഫോം. 7-8 പേജുകളാണ് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അപേക്ഷ ഫോം വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ബാധകമല്ലാത്തത് ബാധകമല്ല എന്ന് എഴുതുക. നിങ്ങളുടെ പേര്, പേരൻറ്റിൻ്റെ പേര്, അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ്, അതുപോലെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, അതുപോലെ നിങ്ങളുടെ മദർ ടങ്, ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഡിഗ്രി വെക്കുക, അല്ലാത്തവർ +2ൻ്റെ അതാണ് മാൻഡേറ്ററി ആയിട്ട് എഴുതേണ്ടത്, അത് എഴുതുക. അതിന് തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡ്രാമ, മ്യൂസിക്, ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ് ഉള്ളത്, അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കയ്യിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഏറ്റവും താഴെ ഡിക്ലറേഷൻ ഉണ്ട്. നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഡിക്ലെയർ ചെയ്ത് നിങ്ങൾ സൈൻ ചെയ്ത് ഡേറ്റ് പ്ലേസ് എഴുതിയിട്ട് ഈ ഒരു ഫോമാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. മേളിലുണ്ട് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ട്രെയിനിങ് സെൻറ്റർ. അപ്പോൾ ഏത് ട്രെയിനിങ് സെൻറ്ററിലേക്കാണ് നിങ്ങൾ അയക്കുന്നത് അത് ഇവിടെ ഉണ്ട്. പേജ് നമ്പർ 6 ഏത് ട്രെയിനിങ് സെൻറ്ററാണോ ആ ഒരു ട്രെയിനിങ് സെൻറ്ററിൻ്റെ പേര് എഴുതി വേണം നമ്മൾ അയച്ചു കൊടുക്കാൻ. ഓക്കെ, ഇവിടെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണ്ടത് SSLC എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നേറ്റിവിറ്റി എല്ലാം വരും. അതുകൊണ്ട് SSLCയുടെ കോപ്പി അയച്ചു കൊടുക്കണം. +2ൻ്റെ സർട്ടിഫിക്കറ്റിന് കോപ്പി കൊടുക്കണം. നിങ്ങളുടെ കാസ്റ്റ് SC/ST കുട്ടികളാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കണം. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അത് അയച്ചു കൊടുക്കണം.
മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരാണെങ്കിൽ EWSൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടാൻ വേണ്ടി NCC, NSS അങ്ങനെയുള്ളത് അയച്ചു കൊടുക്കണം. കൂടാതെ നിങ്ങൾക്ക് ഡിഗ്രി നിങ്ങൾ ഇതിനകത്ത് വെക്കുന്നുണ്ട്, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അത് ഓപ്ഷനാണ്, നിങ്ങൾ വെക്കുന്നുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ എല്ലാം കോപ്പിയാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഈ പ്രാവശ്യത്തെ പ്രോസ്പെക്ടസിലെ ഓരോ കോളേജിൽ എത്ര സീറ്റ് ഉണ്ടെന്നുള്ളത് കാണിക്കുന്നില്ല. ഇത് ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് ആണ്. അതിൽ ഓരോ കോളേജിലും എത്ര സീറ്റ് ഉണ്ടെന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീറ്റിൽ വ്യത്യാസം ഉണ്ടാകാം, നമുക്കതറിയില്ല. അതിന് പ്രോസ്പെക്ടസിലെ സർക്കുലർ വന്നാലേ നമുക്കറിയുള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ ഒരു റെഫറൻസിന് വേണ്ടി ഞാൻ ആ ഒരു സീറ്റിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.